ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എപ്പോഴാണ് ഖളാ ആവുക? ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഈ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയമുള്ള ആളുകളുണ്ട്. പലപ്പോഴും ചില പള്ളികളിലൊക്കെ ജമാഅത്ത് നടക്കുന്ന സമയത്ത് ചില ആളുകൾ വന്നിട്ട് ആദ്യം മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കും. അപ്പോഴേക്ക് ജമാഅത്തിന്റെ കുറെ ഭാഗങ്ങൾ ഇങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്. യഥാർത്ഥത്തിൽ ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷമൊക്കെ ഉള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഖളാ ആകുന്നത് ആ ഫർദ് നിസ്കാരം എപ്പോഴാണോ ഖളാ ആകുന്നത് അതിനോടുകൂടെയാണ്. അപ്പോൾ ഇശാഇന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അത് ഖളാ ആകുന്നത്, ഇശാ ഖളാ ആകുന്നത് എപ്പോഴാണോ അപ്പോഴാണ്. സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഖളാ ആകുന്നത് സുബ്ഹി ഖളാ ആകുന്ന സമയം എപ്പോഴാണോ, ഉദയം എപ്പോഴാണോ അപ്പോഴാണ്. അപ്പൊ പള്ളിയിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് ഇമാമിനോടുകൂടെ കൂടുതൽ സമയം ജമാഅത്ത് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം കിട്ടട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നേരെ ജമാഅത്തിൽ കൂടി ആ ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും ഒക്കെ നമുക്ക് അദാ ആയിട്ട് നിസ്കരിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.